ഇപ്പോൾ വടകരയിൽ ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ്. പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുന്നുണ്ട്. പ്രവർത്തകർ ഓടിയെടുക്കുമ്പോൾ പോലീസ് തടയുന്നു. ഷാഫി പറമ്പിൽ MP പങ്കെടുക്കുന്ന പരിപാടിക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. താൻ എങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള പ്രതികരണം ഇതിനകം ഷാഫി പറമ്പിൽ നടത്തിയിരുന്നു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണോ? ഇപ്പോൾ എവിടെ വെച്ചാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത്? ഷാഫി പറമ്പിലിന്റെ പരിപാടി നടക്കുന്നതിന് മീറ്ററുകൾ മാത്രം ഇപ്പുറത്ത് വെച്ചാണ് ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പ്രകടനത്തെ പോലീസ് തടഞ്ഞിരിക്കുന്നത്. തൊട്ടുപുറകിൽ, അതായത് ഷാഫിയുടെ ഇവിടെ ഒരു ഉപവാസ സമരം നടക്കുന്നുണ്ട് ദേശീയപാതയുമായി ബന്ധപ്പെട്ടാണ്. ആ പരിപാടി നടക്കുന്നതിന് തൊട്ടുപുറകിൽ കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം കടന്നു വന്നത്. അതിനിപ്പോൾ പോലീസ് തടഞ്ഞ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റുന്ന കാഴ്ച നമുക്ക് കാണാനുള്ളത്. ഇന്ന് വൈകിട്ട് തന്നെ ഡിവൈഎഫ്ഐ ഒരു പ്രതിഷേധ പ്രകടനത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ന് വടകര മണ്ഡലത്തിലുടനീളം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിൽ സംരക്ഷിക്കുന്നു. രാഹുൽ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പരിപാടി പ്ലാൻ ചെയ്തിരുന്നത്. അതിപ്പോഴിതാ ഈ ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്ന പരിപാടിയുടെ തൊട്ടുമുന്നിലേക്ക് അവർ കയ്യിൽ ഒരു ഫ്ലക്സ് ബോർഡുമായി എത്തിയാണ് ഈ ഒരു പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. ആ ഫ്ലക്സ് ബോർഡിൽ നോക്കുക, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ ചെയ്തികൾക്കും സംരക്ഷണം ഒരുക്കിയത് VD സതീശനും ഷാഫി പറമ്പിലുമാണ് എന്നാണ് ഈ ഫ്ലക്സ് ബോർഡിൽ ഡിവൈഎഫ്ഐ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം വന്നിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിന് സമീപത്താണ് സ്മൃതി ഈ ഒരു ഉപവാസ സമരം, ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്ന ഉപവാസ സമരം നടക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവുമായി എത്തിയിരിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ പ്രസംഗം അല്പസമയം മുൻപാണ് ആരംഭിച്ചത്. അതിനുശേഷം മാധ്യമങ്ങളെ കാണാമെന്നുള്ളതായിരുന്നു അദ്ദേഹം അറിയിച്ചത്. അതിനിടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു പ്രതിഷേധ സമരവുമായി ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. നിലവിലിതാ ഇപ്പോൾ പോലീസ് ഈ പ്രവർത്തകരെ പരിപാടിയുടെ മീറ്ററുകൾ മാത്രം ഇപ്പുറം വെച്ച് തടഞ്ഞിട്ടുണ്ട്. അവിടേക്ക് പോകാൻ കഴിയില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇപ്പോൾ മുന്നോട്ട് നീങ്ങാൻ തന്നെ ശ്രമിക്കുകയാണ്. തങ്ങളുടെ പ്രതിഷേധം അത് കൃത്യമായി തന്നെ അറിയിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. ഫ്ലക്സ് ബോർഡുകൾ ഏന്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ മുന്നോട്ട് വരുന്നു. പക്ഷേ നിലവിലിതാ ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിന് സമീപത്ത് കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. നേരത്തെ സൂചിപ്പിച്ചതാണ്, ഡിവൈഎഫ്ഐ ഇന്ന് വൈകിട്ട് മണ്ഡലത്തിലുടനീളം പരിപാടികൾ പദ്ധതിയിട്ടതാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയാണ് ആവശ്യം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. അത് ഈ ഷാഫി പറമ്പിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന പരിപാടിയുടെ അടുത്തേക്ക് തന്നെ അവരൊരു പ്രതിഷേധ പ്രകടനമായി എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും നിലവിൽ ഈ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. പ്രതിഷേധക്കാർ നിലവിലിവിടെ കുത്തിയിരിക്കുന്ന പ്രതിഷേധിച്ചാണ് സ്മൃതി കാണാൻ. പ്രവർത്തകരുടെ ബാഹുല്യമൊന്നുമില്ല, വിരലെണ്ണ പ്രവർത്തകർ മാത്രമാണുള്ളത്. പക്ഷെ അപ്പോഴും ഈ പ്രവർത്തകർ ഒരു പ്രതിഷേധം അറിയിക്കുന്നു. ഈ പരിപാടി നടക്കുന്നതിന് തൊട്ടിപ്പുറം വടകരയിലെ വലിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് വടകരയിൽ ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്ന പരിപാടിയുടെ സ്ഥലത്തേക്ക് പ്രകടനമായി എത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ ഉള്ള പ്ലക്കാർഡുകളുമായിട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തിയിരിക്കുന്നത്.